NCERT +2 ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ രണ്ട് പ്രധാന ടോപ്പിക്കുകളാണ് നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. ഇലക്ട്രിക് ഡൈപോളും ഗോസ് ലോയും. സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു പോസിറ്റീവ് ചാർജിന്റെയും ഒരു നെഗറ്റീവ് ചാർജിന്റെയും സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഫീൽഡ് ലൈൻസിന്റെ പാറ്റേൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് ഡൈപോളിന്റെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഡിസ്കസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഇവയൊക്കെയാണ്. ആദ്യത്തത് ഡൈപോൾ മൊമെന്റ്, രണ്ടാമത്തത് ഇലക്ട്രിക് ഡൈപോൾ കാരണം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, മൂന്നാമത്തത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ആദ്യത്തെ പ്രോപ്പർട്ടി ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടറാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ ഡൈപോളിന്റെ ഓരോ എൻഡിലുള്ള ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ടൈംസ് ചാർജസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. സോ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഡൈപോളിന്റെ കേസ് ആണെങ്കിൽ Q ടൈംസ് 2a എന്നാണ് ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. അതിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ്. ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് P ക്യാപ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ രണ്ട് ചാർജസിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ +Qയിൽ നിന്ന് -Qയിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡൈപോൾ മൊമെന്റ് ഉള്ള പല മോളിക്യൂൾസും നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ H2O, NH3, HCl. അപ്പോൾ ആദ്യം H2O മോളിക്യൂൾ നോക്കുക. ഓക്സിജന് ഹൈഡ്രജനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. സോ ഓരോ OH ബോണ്ടിലും ഇലക്ട്രോൺസ് കൂടുതൽ ഓക്സിജന്റെ നേരെ ഷിഫ്റ്റഡ് ആവും. സോ അത് കാരണം Hന്റെ അറ്റത്ത് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഓക്സിജന്റെ അറ്റത്ത് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ടാവും. സോ ആ ലെഗിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ബാക്കി മോളിക്യൂൾസിന്റെ കേസും. നൈട്രജൻ ആയാലും ക്ലോറിൻ ആയാലും ഹൈഡ്രജനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റംസ് ആയിരിക്കും. സോ ഇതിലെല്ലാം ഇതുപോലെ ചാർജ് സെപ്പറേഷൻ നടക്കും. ആ നെറ്റ് ചാർജ് സെപ്പറേഷന്റെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. നോൺ പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവില്ല. പക്ഷേ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവയുടെ മേലെ ആക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ടെമ്പററി ഡൈപോൾ മൊമെന്റ് ഉണ്ടാവാം, ഇലക്ട്രോൺസിന്റെ ടെമ്പററി ഡിസ്പ്ലേസ്മെന്റ് കാരണം. അടുത്തതായി നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ കേസിൽ ഡൈപോളിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ചാർജുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് P. ഈ എക്സാമ്പിളിൽ നമ്മൾ Pനെ എടുത്തിരിക്കുന്നത് +Q എന്നുള്ള ചാർജിന്റെ സൈഡിലാണ്. ഇപ്പൊ നമുക്ക് കാണാം ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളാണ് ആക്ട് ചെയ്യുന്നത്. +Q എന്നുള്ള ചാർജ് കാരണം ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന E+ എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ -Q എന്നുള്ള ചാർജ് കാരണം ഡൈപോൾ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന E- എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇനി ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളെയും തമ്മിൽ നമ്മൾ വെക്ടർ അഡീഷൻ ചെയ്യുന്നു. ഈ കിട്ടുന്ന ഫാക്ടേഴ്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷനാണ് അവസാനത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. അതിലത്തെ ഡിനോമിനേറ്റർ നോക്കുക, r² - a² എന്നാണ് ഉള്ളത്. ഇനി ഈ P എന്നുള്ള പോയിന്റ് നമ്മൾ വളരെ ദൂരെയാണ് എടുക്കുന്നതെങ്കിൽ a² എന്നുള്ള വാല്യൂ r² വളരെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് a² ഇഗ്നോർ ചെയ്യാം, റിസൾട്ടിനെ അധികം ബാധിക്കാത്ത രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈക്വൽ ടു 1/4πε0 2 ടൈംസ് വെക്ടർ P/r³. ഇനി ആദ്യം പറഞ്ഞു ഈ എക്സാമ്പിളിൽ +Qന്റെ സൈഡിലാണ് നമ്മൾ P എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തത് എന്ന്. പക്ഷെ -Qന്റെ സൈഡിലാണ് കൺസിഡർ ചെയ്തതെങ്കിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മാറ്റം വരില്ല. നിങ്ങൾ തന്നെ നോക്കുക, -Qന്റെ സൈഡിലാണെങ്കിൽ ഈ മൈനസ് എന്നുള്ള ഫീൽഡ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അത് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. കാരണം ഈ പോയിന്റ് P എന്നുള്ള പോയിന്റിന് ഇപ്പോൾ -Qയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് +Qയിൽ നിന്നുള്ള ഡിസ്റ്റൻസിനേക്കാൾ കുറവാണ്. സോ ഈ പ്ലസ് എന്നുള്ള ഫീൽഡ് വലതുവശത്തേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിലും അതിന്റെ വാല്യൂ ഈ മൈനസിനേക്കാൾ കുറവാണ്. സോ നെറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും.
അടുത്ത കേസ് ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഡൈപോളിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡൈപോളിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ, അതാണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. ആ പ്ലെയിനിലാണ് ഈ കേസിൽ നമ്മുടെ പി എന്നുള്ള പോയിന്റ് ഉള്ളത്. ഇനി നോക്കുക, ആർ എന്നുള്ള ഡിസ്റ്റൻസ് മാറിയിട്ടാണ് പി എന്നുള്ള പോയിന്റ് ഉള്ളത്. കൂടാതെ പി എന്നുള്ള പോയിന്റിന്റെ പ്ലസ് ക്യൂ ചാർജുമായി കണക്ട് ചെയ്യുന്ന ലൈനും ഡൈപോളിന്റെ ആക്സിസും തമ്മിലാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അതും ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ പി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫീൽഡുകൾ നോക്കുക. ഇ പ്ലസും ഇ മൈനസും ആണ്. ഇവയ്ക്ക് ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. കാരണം പി എന്നുള്ള പോയിന്റിന് ക്യൂയിൽ നിന്നും മൈനസ് ക്യൂയിൽ നിന്നുമുള്ള ദൂരം സെയിം ആണ്. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് ദൂരം, പൈതഗോറസ് തിയറം ഉപയോഗിച്ച്. അത് മാത്രമല്ല, ഈ ഇലക്ട്രിക് ഫീൽഡുകളെ നമുക്ക് ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റുമായി റിസോൾവ് ചെയ്ത് എഴുതാൻ പറ്റും. വെർട്ടിക്കൽ കമ്പോണൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ഉള്ളത്, ഇ പ്ലസിന്റെയും ഇ മൈനസിന്റെയും. സോ അവ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളത് ഇവയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻസ് മാത്രമാണ്. പിന്നെ നമുക്ക് ഇവയെ എളുപ്പം വെക്ടർ സം ചെയ്യാം. മൈനസ് ഡയറക്ഷൻ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്. സോ മൈനസ് ഒരേ വാല്യൂ ഉള്ള രണ്ട് ഫീൽഡുകൾ 2 ടൈംസ് 1/4πε0 ക്യൂ ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കോസ് തീറ്റ എടുത്തിരിക്കുന്നത് ഈ ഫീൽഡ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ചിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കുക. പ്ലസ് ക്യൂ എന്നുള്ള ചാർജും പി എന്നുള്ള പോയിന്റും ഡൈപോളിന്റെ മിഡ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിൾ നോക്കിയാൽ ഈസി ആയിട്ട് കാണാം. കോസ് തീറ്റയുടെ വാല്യൂ a/√r² പ്ലസ് എ സ്ക്വയർ എന്നാണ്. സോ ഇവയെ ഒന്ന് ഫാക്ടേഴ്സിനെ എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് റിസൾട്ട് കിട്ടും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് വെക്ടർ പി ബൈ 4πε0 r² പ്ലസ് എ സ്ക്വയർ ഹോൾ ടു ദ പവർ 3/2. ഇനി നേരത്തെ കേസിൽ ഡിസ്കസ് ചെയ്ത പോലെ ഈ പോയിന്റ് പി എന്നുള്ള പോയിന്റ് വളരെ ദൂരെയാണെങ്കിൽ എ സ്ക്വയറിന്റെ വാല്യൂ ആർ സ്ക്വയറിനേക്കാൾ വളരെ ചെറുതാണ്. സോ എ സ്ക്വയറിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി ഇലക്ട്രിക് ഫീൽഡിനെ മൈനസ് വെക്ടർ പി ബൈ 4πε0 r³ എന്ന് എഴുതാം. ഇപ്പം നമ്മൾ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലത്തെയും ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റിലത്തെയും ഇലക്ട്രിക് ഫീൽഡുകൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ റിസൾട്ട്സിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ആക്സിയൽ ലൈനിൽ ഡൈപോളിന്റെ സെൻട്രലിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഡൈപോളിന്റെ സെൻട്രലിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂവിന്റെ ഡബിൾ ആയിരിക്കും, 2 ടൈംസ് ആയിരിക്കും. അത് മാത്രമല്ല, ഈ രണ്ട് ഫീൽഡുകളും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ആക്ട് ചെയ്യുന്നതും. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ഡയറക്ഷനാണ് ആരോസ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോൾ പ്ലേസ് ചെയ്യുന്നു. തീറ്റ എന്നുള്ള ആംഗിളും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കുക, പ്ലസ് ക്യൂ എന്നുള്ള ചാർജിൽ QE എന്ന മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് വലതുവശത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മൈനസ് ക്യൂ എന്നുള്ള ചാർജിൽ അതേ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ഫോഴ്സ് ഇടതുവശത്തേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സ് വെക്ടർ സം എടുക്കുമ്പോൾ നമുക്ക് കാണാം ടോട്ടൽ ഫോഴ്സ് 0 ആണ്. പക്ഷെ ഇവ രണ്ടും രണ്ട് ഡയറക്ഷൻസിൽ ആക്ട് ചെയ്യുന്നത് കാരണം ഈ ഡൈപോളിൽ ഒരു നെറ്റ് ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. സോ ഈ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് കാണണം. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ആന്റി പാരലൽ ഫോഴ്സസ്. ഈ രണ്ട് ഫോഴ്സുകളുടെ ഇടയിലുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം. സോ ചിത്രത്തിൽ കാണിച്ച പോലെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a sin θ ആണെന്ന് കാണാം. അപ്പോൾ ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഈക്വൽ ടു QE ഇൻറ്റു 2a sin θ. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 2QA ഇൻറ്റു E sin θ. എന്താണ് 2QA? അത് നമ്മുടെ ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ഇതിനെ PE sin θ എന്ന് എഴുതാം. ടോർക്ക് ഒരു വെക്ടർ ആണ്. അപ്പോൾ അതിന്റെ വെക്ടർ ഇക്വേഷൻ എഴുതാം ടോ ഈക്വൽ ടു P ക്രോസ് E. നമുക്ക് ചിത്രത്തിൽ നിന്ന് ചെക്ക് ചെയ്യാം ഇതിന്റെ ഡയറക്ഷൻ ശരിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടോന്ന്. ഈ ചിത്രത്തിൽ ഡൈപോൾ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയെങ്കിൽ ടോർക്കിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സ്ക്രീനിന്റെ ഉള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓൾസോ ടോർക്ക് എന്തിനാണ് ശ്രമിക്കുക? ഈ ഡൈപോൾ മൊമെന്റിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഇപ്പൊ ഈ ചിത്രത്തിന്റെ കേസിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് വലതുവശത്തും മൈനസ് ക്യൂ എന്നുള്ള ചാർജ് ഇടതുവശത്തുമാണ് അവസാനം പോയി എത്തുക. അതായത്
ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ വലതുവശത്തേക്ക്, അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോയിന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് ആയിരുന്നു. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പല പോയിന്റിലും ഫീൽഡിന് പല വാല്യൂ ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പ്ലസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും മൈനസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ചെയ്യും എന്ന് ഉറപ്പില്ല. അങ്ങനെയുള്ള കേസസിൽ ഒരു ടോർക്ക് മാത്രമല്ല ഒരു നെറ്റ് ഫോഴ്സും ഉണ്ടാവും. അതായത് റൊട്ടേറ്റ് ചെയ്യുക മാത്രമല്ല, ഈ ഡൈപോൾ സ്പേസിൽ മൂവ് ചെയ്യുക കൂടി ചെയ്യാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗോസ് ലോ. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് is equal to the total charge inside the surface divided by epsilon 0. ഇതിന് ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇന്റഗ്രൽ E dot ds over the closed surface C is equal to Q by epsilon 0, where Q is the total charge inside the surface. അടുത്തത് ഗോസ് ലോന്റെ ചില പ്രോപ്പർട്ടീസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ക്ലോസ്ഡ് സർഫേസിന് പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫേസ്. അടുത്തത് ഗോഷ്യൻ സർഫേസിന് ഉള്ളിലുള്ള ചാർജുകൾ എവിടെ വേണമെങ്കിലും ആവാം. അവ ഏത് പൊസിഷനിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഗോഷ്യൻ സർഫേസിന്റെ ഷേപ്പും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല. എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ഈ ക്ലോസ്ഡ് സർഫേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ചില പ്രോബ്ലംസിൽ നമ്മൾ കാണും ചില പെർട്ടിക്കുലർ ഷേപ്പിലുള്ള ഗോഷ്യൻ സർഫേസുകൾ കൺസിഡർ ചെയ്താൽ നമ്മുടെ പ്രോബ്ലം കുറെ കൂടി സിംപ്ലർ ആവും, കാൽക്കുലേഷൻ കുറെ കൂടി സിംപ്ലർ ആവുന്നു. അത് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യണം. ഇവിടെ നമ്മൾ പുതിയ റിസൾട്ട്സ് ഒന്നും ഡിറൈവ് ചെയ്യുന്നില്ല. ഗോസ് ലോ ഉപയോഗിച്ച് ശരിയായ റിസൾട്ട്സ് തന്നെയാണ് കിട്ടുന്നത് എന്ന് ഈ ഒരു സിമ്പിൾ എക്സാമ്പിളിന്റെ കേസിൽ കാണിക്കുകയാണ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ചാർജ്. അത് ഒറിജിനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ അതിനു ചുറ്റും ഒരു ഗോഷ്യൻ സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു വിത്ത് റേഡിയസ് സ്മോൾ r. ഇനി ഈ സ്ഫിയറിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് കാണാം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഗോസ് ലോ അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഇന്റഗ്രൽ E ഡോട്ട് ds കണ്ടുപിടിക്കണം. ഇവിടെയുള്ള ds, അതായത് ആ ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് r² sin θ d θ d φ എന്നാണ്. ഇതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു പോയിന്റിനെ r, θ, φ എന്നീ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ ഒറിജിനുമായി ബന്ധിപ്പിച്ചാലുള്ള ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് ആണ് സ്മോൾ r. ഈ ലൈൻ സെഗ്മെന്റ് z ആക്സിസുമായിട്ട് ആക്കുന്ന ആംഗിൾ ആണ് θ. ഇനി ഈ ലൈൻ സെഗ്മെന്റിനെ XY പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുക, ചിത്രത്തിൽ കാണുന്നത് പോലെ. ഈ XY പ്ലെയിനിലുള്ള പ്രൊജക്ഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് r sin θ ആയിരിക്കും. ഈ പ്രൊജക്ഷൻ x ആക്സിസുമായി ആക്കുന്ന ആംഗിൾ ആണ് φ, ചിത്രത്തിൽ കാണാം. ഇനി ഏരിയ എലമെന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ പോയിന്റ്സും ഈ സ്ഫിയറിന്റെ സർഫേസിൽ തന്നെയാണുള്ളത്. അതായത് r എന്നുള്ള വാല്യൂ മാറുന്നില്ല. സോ dr എന്നൊരു ടേം ഏരിയ എലമെന്റിൽ ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇനി മാറാവുന്നത്? തീറ്റ മാറാം. തീറ്റ മാറുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ പോയിന്റിന്റെ ലൊക്കേഷനിൽ ഉണ്ടാവുന്ന ഇൻഫിനിറ്റസിമൽ ആയിട്ടുള്ള ചേഞ്ച് r d θ എന്നായിരിക്കും. അതുപോലെ ഫൈ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ XY പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ശ്രദ്ധിക്കുക, അതിന്റെ ലൊക്കേഷനിലുള്ള മാറ്റം r sin θ d φ എന്നായിരിക്കും. സോ ഇവ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഏരിയ എലമെന്റ് r d θ ഇൻറ്റു r sin θ d φ. അങ്ങനെയാണ് r² sin θ d θ d φ എന്ന ഏരിയ എലമെന്റ് നമുക്ക് കിട്ടുന്നത്. സോ ഇന്റഗ്രൽ ചെയ്യുകയാണെങ്കിൽ q by 4 pi epsilon 0 ഇന്റഗ്രൽ 1 r² എന്നുള്ളത് ഫീൽഡിൽ നിന്ന് വരുന്ന ടേം ആണ് ടൈംസ് r² sin θ d θ d φ. r² r² ക്യാൻസൽ ആവുന്നു. ഒന്നും കൂടി ചിത്രത്തിൽ ശ്രദ്ധിക്കുക. തീറ്റ എന്നുള്ളതിന്റെ വാല്യൂ 0 മുതൽ പൈ വരെ പോകാം. അതുപോലെ ഫൈ എന്ന കോർഡിനേറ്റിന്റെ വാല്യൂ 0 മുതൽ 2π വരെ, ഒരു ഫുൾ റൊട്ടേഷൻ വരെ പോകാം. സോ തീറ്റയെ 0 മുതൽ പൈ വരെയും ഫൈയെ 0 മുതൽ 2π വരെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4π എന്നുള്ള റിസൾട്ട് ആണ് കിട്ടുക. സോ ഫൈനൽ റിസൾട്ട് q by epsilon 0 എന്നാണ് കിട്ടുക, ഗോസ് തിയറം പറയുന്നത് പോലെ. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് ലോ ആണ്. നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ച് ചില സ്പെഷ്യൽ ആയിട്ടുള്ള കോൺഫിഗറേഷൻസിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന എക്സാമ്പിൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ചിത്രത്തിൽ ശ്രദ്ധിക്കുക,
ഇവിടെ യൂണിഫോം പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു വയറാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ വയറിൽ നിന്ന് r ഡിസ്റ്റൻസ് മാറി P എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിൽ വയറിലെ രണ്ട് ലൊക്കേഷൻസിലുള്ള ചാർജസ് കാരണമുള്ള രണ്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുകളെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഇലക്ട്രിക് ഫീൽഡുകളുടെ വയറിന് പാരലൽ ആയിട്ടുള്ള കമ്പോണൻസ് തമ്മിൽ ക്യാൻസൽ ചെയ്യും. സോ നെറ്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ കാണുന്നത് പോലെ ആയിരിക്കും. സോ ഈ വയറിലുള്ള ഏതൊരു പോയിന്റിൽ നിന്ന് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്താലും അതിന്റെ പാരലൽ കമ്പോണന്റിനെ ക്യാൻസൽ ചെയ്യത്തക്ക വണ്ണം വയറിൽ മറ്റൊരു പോയിന്റിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ r ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റ് ഏത് ഡയറക്ഷനിൽ എടുത്താലും അവിടുത്തെ സ്ഥിതി ഇത് തന്നെയാണ്. പാരലൽ കമ്പോണൻസ് തമ്മിൽ ക്യാൻസൽ ചെയ്യും. സോ നമ്മുടെ പ്രോബ്ലത്തിന് ഒരു സിലിണ്ടറിക്കൽ സിമ്മെട്രി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോഷ്യൻ സർഫേസ് ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലാണ്. ഇനി ഈ ചിത്രം നോക്കുക. നമ്മുടെ സിലിണ്ടറിന് ഒരു കർവ്ഡ് സർഫേസ് ഉണ്ട്, അതല്ലാതെ രണ്ട് ഫ്ലാറ്റ് സർഫേസുകളും ഉണ്ട്. കർവ്ഡ് സർഫേസിലത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് കാണാം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും. പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസുകളിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മൾ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കർവ്ഡ് സർഫേസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനെ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിനു മുന്നേ നമ്മുടെ വയർ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ളതാണല്ലോ. അപ്പോൾ ടോട്ടൽ ചാർജ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഗിവൺ ലെങ്ത്തിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നു. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു ചാർജ് പെർ ലെങ്ത് ആണ്. അപ്പൊ L ലെങ്ത്തിലുള്ള ചാർജിനെ ലാംഡ ഇൻറ്റു L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഗൗസ് ലോ അപ്ലൈ ചെയ്യുന്നു. E ഇൻറ്റു കർവ്ഡ് സർഫേസിലുള്ള കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. കർവ്ഡ് സർഫേസിന്റെ സർഫേസ് ഏരിയ എന്താണ്? 2πr ഇൻറ്റു L എന്നാണ്. സോ E ഇൻറ്റു 2πrL ഈക്വൽ ടു Q ബൈ ലാംഡ നോട്ട്. L എന്നുള്ള ലെങ്ത്തിലുള്ള ചാർജ് ലാംഡ ഇൻറ്റു L ബൈ എപ്സിലോൺ നോട്ട്. അപ്പൊ അങ്ങനെ ഇന്റെ വാല്യൂ എന്താണ്? ലാംഡ ബൈ 2πr എപ്സിലോൺ നോട്ട് എന്ന് കിട്ടുന്നു. ഇനി ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഉള്ള വയറായിരുന്നു. അങ്ങനെയുള്ള കേസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വയറിൽ നിന്ന് അകലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇനി വയറിന് നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ആണ് ഉണ്ടായതെങ്കിൽ വയറിന്റെ അടുത്തേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ് യൂണിഫോംലി ചാർജ്ഡ് ഷീറ്റ്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ചിത്രത്തിലേക്ക് നോക്കുക. ഈ പ്ലെയിൻ ഷീറ്റിന്റെ സർഫേസിൽ നിന്ന് സം ഡിസ്റ്റൻസ് മാറി P എന്നുള്ള പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ഇൻഫിനിറ്റ് വയറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഷീറ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് P എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്താൽ അതിന്റെ പാരലൽ കമ്പോണന്റിനെ ക്യാൻസൽ ചെയ്യാൻ പാകത്തിന് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നെറ്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഈ പ്ലെയിൻ ഷീറ്റിന് പാരലൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാവില്ല. അത് മാത്രമല്ല, P എന്നുള്ള പോയിന്റ് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണോ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും ഡിസ്റ്റൻസ് മാറി വേറെ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടുത്തെ സ്ഥിതി ഇത് തന്നെയാണ്. സോ നമ്മുടെ പ്രോബ്ലത്തിന് അങ്ങനെ ഒരു സിമെട്രി ഉണ്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഗോഷ്യൻ സർഫേസ് ക്യൂബോയിഡൽ ഷേപ്പിലുള്ളതാണ്. ഈ താഴെയുള്ള ചിത്രത്തിൽ നോക്കുക. ഒരു ക്യൂബോയിഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ക്യൂബോയിഡൽ ഗോഷ്യൻ സർഫേസ്. ഇതിന്റെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സർഫേസുകൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് സർഫേസുകളും പ്ലെയിൻ ഷീറ്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം അങ്ങനെയാണെങ്കിൽ ഫീൽഡിന് സെയിം വാല്യൂ ആണെന്ന് നമ്മളിപ്പോൾ കണ്ടു. അത് മാത്രമല്ല, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഫേസസിന്റെ കേസിലും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും. ബാക്കി ഏത് ഫേസ് എടുത്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. സോ അവ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഇനി നേരത്തെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്തതുപോലെ ഇവിടെ നമ്മൾ സർഫേസ് ചാർജ് ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നു. ചാർജ് പെർ ഏരിയയാണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഫേസസ് മാത്രമേ ഫ്ലക്സിന്റെ കാൽക്കുലേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗോസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫേസസ് കാരണം EA പ്ലസ് EA 2 ടൈംസ് EA ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ നോട്ട്. ടോട്ടൽ ചാർജ് എന്താണ്? സിഗ്മ ടൈംസ് ഈ സർഫേസുകളുടെ ഏരിയ A ആണ് എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ചാർജ് സിഗ്മ ടൈംസ് A ആയിരിക്കും ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. സോ നമുക്ക് റിസൾട്ട് കിട്ടുന്നു E ഈക്വൽ ടു
സിഗ്മ ബൈ 2 എപ്സിലോൺ നോട്ട്. ഓൾസോ ഡയറക്ഷൻ നമ്മുടെ ഷീറ്റിന് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ആണുള്ളതെങ്കിൽ പ്ലെയിനിൽ നിന്ന് എവേ പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ടുവേർഡ്സ് ദ പ്ലെയിൻ ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഫൈനൽ റിസൾട്ട് നോക്കുക, ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റ് എടുത്താലും ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് സ്പെരിക്കൽ ഷെൽ, അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള എന്നാൽ സർഫേസിൽ ഒരു യൂണിഫോം ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു സ്ഫിയർ. ക്യാപിറ്റൽ ആർ എന്നാണ് ഇതിന്റെ റേഡിയസ് എടുത്തിരിക്കുന്നത്. ആ യൂണിഫോം സർഫേസ് ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ സ്പെരിക്കൽ ഷെല്ലിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഗോഷ്യൻ സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു വിത്ത് റേഡിയസ് സ്മോൾ ആർ. ഈ ഗോഷ്യൻ സ്ഫിയറിൽ ഏതൊരു പോയിന്റ് എടുത്താലും കാണാം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഗോസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഇ ഇൻറ്റു ഗോഷ്യൻ സ്ഫിയറിന്റെ സർഫേസ് ഏരിയ 4π സ്മോൾ ആർ സ്ക്വയർ ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ എപ്സിലോൺ നോട്ട്. എന്താണ് ടോട്ടൽ ചാർജ്? ഗോഷ്യൻ സ്ഫിയറിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ ചാർജ് എന്താണ്? സ്പെരിക്കൽ ഷെല്ലിലുള്ള ടോട്ടൽ ചാർജ് തന്നെയാണ്. അതെന്താണ്? സിഗ്മ ഇൻറ്റു സർഫേസ് ഏരിയ ഓഫ് ദ സ്പെരിക്കൽ ഷെൽ. സോ സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ത് കിട്ടും? സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ. ഇനി സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്നുള്ള ടോട്ടൽ ചാർജിനെ നമ്മൾ ക്യൂ എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം 1/4π എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന്. അതായത് ഒരു സ്പെരിക്കൽ ഷെൽ കാരണം അതിന്റെ പുറത്തുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഷെല്ലിന് മുകളിലുള്ള ടോട്ടൽ ചാർജും ഈ ഷെല്ലിന്റെ സെൻട്രൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് കണ്ടുപിടിച്ചാലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ തന്നെയാണ്. അതാണ് ഈ ലാസ്റ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾസോ പോസിറ്റീവ് സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ സ്ഫിയറിന്റെ അകലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ടുവേർഡ്സ് ദ സ്ഫിയർ ആയിരിക്കും, ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ആയിരിക്കും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി സ്പെരിക്കൽ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിൽ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് നോക്കാം. അപ്പോൾ വീണ്ടും നമ്മളൊരു ഗോഷ്യൻ സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു വിത്ത് റേഡിയസ് സ്മോൾ ആർ. ഈ കേസിൽ സ്മോൾ ആറിന്റെ വാല്യൂ ക്യാപിറ്റൽ ആറിനേക്കാൾ കുറവാണ്. ഇനി ഗോസ് ലോവിന്റെ RHS എന്താ? ക്യൂ ബൈ എപ്സിലോൺ നോട്ട്. ഈ ക്യൂ എന്ന് പറയുന്നത് ഗോഷ്യൻ സ്ഫിയറിന്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജ് ആണ്. എന്താണ് ആ ടോട്ടൽ ചാർജ്? ഈ കേസിൽ എല്ലാ ചാർജും നമ്മുടെ സ്പെരിക്കൽ ഷെല്ലിന്റെ സർഫേസിലാണുള്ളത്. സോ ഗോഷ്യൻ സ്ഫിയറിന്റെ ഉള്ളിലുള്ള ചാർജ് 0 ആണ്. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നമുക്ക് കിട്ടും. സോ സ്പെരിക്കൽ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ പ്രധാന ടോപ്പിക്സ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.